നിന്റെ സകല പ്രവർത്തിയിലും ദൈവം നിന്റെ കൂടെ ഉണ്ട്. പ്രവർത്തിക്കേ അബ്രഹാം അല്ല പറഞ്ഞ എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഇന്നത്തെ അബ്രഹാം ഞായറാഴ്ച എഴുന്നേറ്റ് നമ്മൾ തന്നെ പറയാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കഴിഞ്ഞ 30 വർഷമായിട്ട് എന്റെ ദൈവം എന്റെ കൂടെ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദൈവം ഇല്ലാതെ നടക്കുക എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാവൂ. പക്ഷെ നമ്മൾ പറയുന്നതിന് ഉപരി മറ്റുള്ള ജാതികൾ പറയണം നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. അത് പറയിപ്പിക്കണം. സ്തോത്രം. ആ സഹോദരന്റെ കൂടെ ദൈവമുണ്ട്, ആ സഹോദരിയുടെ കൂടെ ദൈവമുണ്ട്, ആ മാതാവിന്റെ കൂടെ ദൈവമുണ്ട്, ആ ദൈവദാസന്റെ കൂടെ ദൈവമുണ്ട്. ഇത് മറ്റുള്ളവര് പറയിപ്പിക്കണം, അവരെ കൊണ്ട് പറയിപ്പിക്കണം. അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ അതിനൊത്തിരി വില കൊടുക്കണം, ചില ബുദ്ധിമുട്ടാണ്. ഇതാരും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സന്ധ്യയിൽ ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടി ദൈവത്തെ ആരാധിപ്പാൻ അവസരം ലഭിച്ചു. അതിനായിട്ട് സ്തോത്രം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവസരം ദൈവം നമുക്ക് തരുന്നു. അതിനായിട്ടും ദൈവത്തിന് മഹത്വം. അനേകർക്ക് ലഭിക്കാത്ത ഈ പദവി ആ ദൈവം നമുക്ക് തരുന്നു. നമ്മളെ രാവിലത്തെ പ്രാർത്ഥനയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നോണത്തിൻ്റെ അനേകര് വളരെ പ്രതികൂലങ്ങൾ സഹിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. നമ്മളിവിടെ വളരെ സുഖമായിട്ടും സുഭിക്ഷമായിട്ടും വളരെ സന്തോഷമായിട്ടും ഒക്കെയാ ഇരിക്കുന്നത്. അവര് വളരെ തീച്ചുളക്കകത്തൂടെ പോകുന്നവര് ധാരാളം പേരുണ്ട്. മുട്ടിപ്പായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇരുന്ന് പോരാടി പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ സമയം എല്ലാവർക്കും ലഭിച്ചില്ലെങ്കിലും ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴെല്ലാം അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതം ചെയ്യണം. ഈ സുവിശേഷ വിരോധികളും മതഭ്രാന്തന്മാരുണ്ട്. അവർക്ക് ദൈവം മാനസാന്തരം കൊടുക്കണം. അവരാരും നശിച്ചു പോകാനല്ല, നമ്മൾ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം അവരും അനുഭവിക്കണം. ഇതെന്താണെന്ന് അവരും വന്ന് മനസ്സിലാക്കട്ടെ. ദൈവം അത് ചെയ്യും. ദൈവ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. എല്ലാവരും അത് പോരാടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രമേ ഇതിന് ആയുധം. അപ്പോൾ തന്നെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളുമൊക്കെ നടത്തി തരാൻ ദൈവം വിശ്വസ്തനാണ്. പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ദൈവം തരും. ദൈവം വിശ്വസ്തനാണ്. ഇതുവരെ ദൈവം നമ്മെ സൂക്ഷിച്ചു, മേലിലും സൂക്ഷിപ്പാനും ദൈവം ശക്തനാണ്. ആട്ടെ, അല്പസമയങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വളരെ പരിചിതമായ ഒരു വാക്യം. ഈ ദിവസങ്ങളിൽ നമ്മളെ യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് തന്നെ വേറൊരു വാക്യം വായിക്കാം. ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വിഷയമല്ല, വേറൊരു വാക്യം വായിച്ചു. 1-2 ആലോചനകൾ വചനത്തിൽ നിന്ന് 43-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്കുനിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. അവിടുത്തെ വലിയൊരു ദാസന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ സാവകാശം ദൈവം തന്നല്ലോ. തുടർന്ന് അവിടുത്തെ കൃപ ചൊരിയണം. ദൈവവചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്നുകൂടെ 43-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് യാക്കോബിനോട് ദൈവം പറയുന്നതിന്റെ ഭാഗമാണ്. അത് പ്രവചനാത്മാവിൽ യെശയ്യാവ് ആ സംഭവം ഒന്നുകൂടെ എടുത്ത് പറഞ്ഞിരിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. യെശയ്യാ പ്രവചനത്തെ പറ്റി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് പറയുന്നുണ്ട്. നിങ്ങളതെല്ലാം വായിച്ചും ധ്യാനിച്ചും ആ വിഷയത്തിലൊക്കെ വളരെ ഗ്രഹിച്ചാണ് നിങ്ങൾ പോകുന്നത്. യെശയ്യാ പ്രവചനത്തിലെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. 6-ാം അധ്യായത്തിൽ സിംഹാസനവും 53-ാം അധ്യായത്തിൽ കുഞ്ഞാളും.
എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതായത് ഇതിലെ പ്രതിപാദ്യ വിഷയം യെശയ്യാ പ്രവചനത്തിലെ മാത്രമല്ല, വേദപുസ്തകത്തിലെ പ്രധാന വിഷയമാണ് അറക്കപ്പെട്ട ദൈവവും ഞാൻ. അതെ, ഇവിടെ 43-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ യാക്കോബിനോട് ബന്ധപ്പെട്ട് പറയുകയാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ഇവിടെ പലരും കൂടെ ഇരിക്കാമെന്നൊക്കെ പറയും. അവസരം വരുമ്പം എല്ലാവരും ഒന്നും കാണുകയല്ല. അതാരുടെ കുറ്റമല്ല, കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. സാഹചര്യങ്ങള്, സമ്മർദ്ദങ്ങള്, അപ്പോഴത്തെ സാവകാശം, ഇതൊക്കെ അനുസരിച്ച് എല്ലാവരും കൂടെ ഇരിക്കുകയല്ല. ഇനി ചിലരെ കൂടെ ഇരിക്കാന്ന് കണ്ടാലും ചിലർ ഇരുത്തുകയെ ഇല്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ലോകമെല്ലാം. അങ്ങനെ ധാരാളം സംഭവങ്ങള് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ എന്നും എപ്പോഴും കൂടെ ഇരിക്കുന്ന ഒരുവനേ ഉള്ളൂ, നമുക്ക് വേണ്ടി ജീവനെ തന്ന് നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത നമ്മുടെ കർത്താവ്. നാം ദൈവത്തോട് അടുത്ത് നിന്നാൽ, ദൈവത്തോട് പറ്റി നിന്നാൽ, ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഇടയ്ക്ക് കയറിയൊരു കാര്യം പറയാ. ഈ മോശയെ കാണാതെ വന്നപ്പോൾ ഇവര് കാളക്കൂട്ടി ഉണ്ടാക്കിയ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ജനം ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കി തരണം. അകരവും വെപ്രാളപ്പെട്ടു, എവിടുന്ന് ദൈവത്തെ ഉണ്ടാക്കാന്. അപ്പോൾ ആഭരണം ഊരി തരാൻ പറഞ്ഞ് ഊരി കൊടുത്തു. അതുകൊണ്ട് അകരം ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി, എന്റെ ഭാഷയെ പറഞ്ഞ ലക്ഷണമൊത്തൊരു കാളക്കുട്ടി ഉണ്ടാക്കി. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞ പദം നമുക്കറിയാം. അപ്പോൾ അവര് ഇസ്രായേലെ, ഇത് നിന്റെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം. അവിടെ ഒരു വാക്യമുണ്ട്, ജനം അന്തികാലത്ത് എഴുന്നേക്കാത്തവനെല്ലാം വെളുപ്പിനെ എഴുന്നേറ്റു. കാളെ കാണാനും കൂടെ എഴുന്നേറ്റ്. 63-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടിയത് ഇങ്ങനെ, ദൈവമേ ഇവിടെ അധികാലത്ത് എഴുന്നേറ്റ് കാളെ കാണാൻ എഴുന്നേറ്റതാണ്. പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും ചിലപ്പോൾ അധികാലത്ത് എഴുന്നേൽക്കില്ല. പക്ഷെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ അധികാലത്ത് എന്തിനാ ഉറങ്ങുന്നില്ലല്ലോ. കൂടെ ഉറക്കെ നോക്കും, സമയം എന്തുവായി. നമുക്ക് സഹായകമുണ്ട്, കൂട്ടായ്മയുണ്ട്, ആരാധനയുണ്ട്. അതിനത്ര താല്പര്യമില്ല. നമ്മളെല്ലാം ടൂർ പോകുന്നുണ്ട്. പിന്നെ ആളിനെ അതിന്റെ ലീഡറായിട്ട് വെച്ചേക്കുന്ന പുള്ളിക്ക് സ്വസ്ഥത കൊടുക്കുകയല്ല. അല്ലേ? നമ്മള് എപ്പോഴാ ഇറങ്ങുന്നത്, വണ്ടി ഏതാ, എനിക്ക് നടുക്കത്തെ സീറ്റ് കിട്ടുമോ, എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ സൈഡ് സീറ്റ് വേണം, കൂട് കാണുമോ, നമ്മൾ എവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്, എന്തോ ഭക്ഷണമാണ്, നല്ല സ്ഥലത്താണോ നമ്മൾ കയറുന്നത്, വല്ലതും കാണുന്ന സ്ഥലത്താണോ നമ്മൾ പോകുന്നത്, എന്തെല്ലാം അന്വേഷണങ്ങളാണ്. ഇതിലേ വരിക, അല്ലെങ്കിൽ അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകാം, വയ്യാതിരിക്കുക. അത് കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എന്ത് താല്പര്യമാണ്. അതേസമയം ഒരു പ്രാർത്ഥനയോ ഒരു യോഗമോ കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ആരും തിരക്കത്തില്ല. വരുന്നുണ്ടോ ഒന്നും പറയാറായിട്ടില്ല. സ്തോത്രം. അപ്പൊ ഇതെല്ലാം ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കും. അവിടെ ആ ഭാഗം വിവരിക്കുന്നില്ല. അപ്പോൾ ആത്മീക വിഷയങ്ങൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ. ആത്മീക വിഷയങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം ദൈവം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരെ കാളെ കാണാൻ അധികാരത്ത് എഴുന്നേറ്റത്, അധികാലത്ത് എഴുന്നേറ്റെന്ന് അവിടെ എഴുതിയേക്കുന്നത്. ഞങ്ങളുണ്ട് ആദ്യകാലത്ത് എഴുന്നേറ്റ്, ദൈവത്തെ കാണാനൊന്നും അല്ല, ദൈവമാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ച കാളയ്ക്ക് വേണ്ടി എഴുന്നേറ്റ്. എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, കളിപ്പാൻ വഴിവിട്ട് ക്രമം കെട്ട് വ്യവസ്ഥ തെറ്റി പോവുകയാണ്.
ഞാൻ വിവരിക്കുന്നില്ല ആ ഭാഗം. ഇങ്ങനെല്ലാം കാളയുടെ മുമ്പിൽ കിടന്ന് തുള്ളുകയും മേളവും ബഹളവും ഓളവും ഭയങ്കര പ്രശ്നം. അവസാനം യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്ക വരാൻ മോശ പറഞ്ഞു. ലേവരിയൊന്ന് വെട്ടി 3000 പേര് തീർന്നു. കാളയെ ചുട്ടുപൊടിച്ച് വെള്ളത്തിൽ കലക്കി അവനെ എല്ലാം കുടിപ്പിച്ചു. അതാ അതിന്റെ വിഷയം. ലക്ഷക്കണക്കിന് ജനമാണ്. എന്നിട്ട് മോശെ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തടിക്കാൻ പറഞ്ഞു. കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തടിക്കാൻ പറഞ്ഞു. എനിക്കൊന്ന് 33:7 തോന്നുന്നു. മോശെ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് ദൂരത്ത് കൊണ്ട് കൂടാരം അടിച്ചു. അതിന് സമാഗമന കൂടാരം. സമാഗമന, അത് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൈവെക്കുന്നില്ല. അപ്പോൾ കൂടാരമെടുത്ത് പാളയത്തിന് ദൂരത്തങ്ങടിച്ചു. എന്നിട്ട് പറഞ്ഞൊരു പദമുണ്ട് വായില്. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം കാളയുടെ മുന്നിൽ നിന്ന് പുറപ്പെട്ടല്ലേ, കാളയ്ക്ക് യാഗമൊക്കെ കഴിച്ച് തൂളുക ഒക്കെ ചെയ്തില്ല, അവിടെ നിന്നോട് പുറപ്പെട്ട് എങ്ങനെയുണ്ട്? ദൈവത്തെ ഭജിക്കുന്ന, അന്വേഷിക്കുന്ന, ആരാധിക്കുന്നവര് വലിയൊരു ഉണ്ടെങ്കിൽ വെളി വരാൻ പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മളാണെങ്കിൽ സംശയത്തിന്റെ നടുവിൽ നിൽക്കും. കൂടുതൽ ജനം ഇവിടെ സാധാരണ നമ്മള് ആളും ബലമൊക്കെ നോക്കിയാണ് നിൽക്കുന്നത്. പക്ഷെ മോശ ഒറ്റയ്ക്ക് നിന്നിച്ച് പറയുക, ഞാന് ഇവിടെ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുക, ദൈവത്തെ ഭജിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരാം. കാരണം ഈ ജനത്തിന്റെ കൂടെ ദൈവമില്ല. കാരണം ഇവര് പ്രമാണം വിട്ടു നടക്കുക, ഇവര് കൽപ്പന അനുസരിക്കുന്നില്ല, ഇവര് വിഗ്രഹ സേവക്കാരായി, ഇവർ കാളയ്ക്ക് യാഗം കഴിക്കുന്നു. അതുകൊണ്ട് ഈ ജനത്തിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. എന്നാൽ എന്നെ ഭജിക്കുന്ന, എന്നെ ആരാധിക്കുന്ന, എന്നെ സേവിക്കുന്നവന്റെ കൂടെ ഞാനുണ്ട്. ഈ സന്ധ്യയിൽ എല്ലാവരോടും കൂടെ ഓർപ്പിക്കട്ടെ, നമ്മോട് കൂടെ ഇരിക്കുന്നൊരു ദൈവം. നിങ്ങള് വേദപുസ്തകം പഠിച്ചാൽ ഭക്തന്മാരുടെ എല്ലാം കൂടെ ദൈവം ഉണ്ടാകും. ഒരു വാക്യം തെളിവിന് ഒന്ന് വായിച്ചോ. 21:22 ഉൽപ്പത്തി പുസ്തകം 21:22 ആ കണ്ണിക്ക് തുടങ്ങുന്നിടത്ത് അബ്രഹാമിനോട് അബീമേലെക്കും സേനാപതി പീക്കോലും വന്ന് സംസാരിച്ചു. കണ്ടോ, നിന്റെ സകല പ്രവർത്തിയിലും ദൈവം നിന്റെ കൂടെ ഉണ്ട്. അബ്രഹാം അല്ല പറഞ്ഞ എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഇന്നത്തെ അബ്രഹാം ഞായറാഴ്ച എഴുന്നേറ്റ് നമ്മൾ തന്നെ പറയാ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കഴിഞ്ഞ 30 വർഷമായിട്ട് എന്റെ ദൈവം എന്റെ കൂടെ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദൈവം ഇല്ലാതെ നടക്കുക എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാവൂ. പക്ഷെ നമ്മൾ പറയുന്നതിന് ഉപരി മറ്റുള്ള ജാതികൾ പറയണം നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. അത് പറയിപ്പിക്കണം. സ്തോത്രം. ആ സഹോദരന്റെ കൂടെ ദൈവമുണ്ട്, ആ സഹോദരിയുടെ കൂടെ ദൈവമുണ്ട്, ആ മാതാവിന്റെ കൂടെ ദൈവമുണ്ട്, ആ ദൈവദാസന്റെ കൂടെ ദൈവമുണ്ട്. ഇത് മറ്റുള്ളവര് പറയിപ്പിക്കണം, അവരെ കൊണ്ട് പറയിപ്പിക്കണം. അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ അതിനൊത്തിരി വില കൊടുക്കണം, ചില ബുദ്ധിമുട്ടാണ്. ഇതാരും പറയാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഞായറാഴ്ച എഴുന്നേറ്റ് നിന്ന് വട്ടം കറങ്ങി ദൈവം എൻ്റെ കൂടെ ഉണ്ടമ്മാമേ, എൻ്റെ കൂടെ ഉണ്ടമ്മാമേ. മറ്റുള്ളവര് പറയണം. അതും ജാതികളാ പറഞ്ഞ. അബീമേലെക്കും പീക്കോലും കൂടെ ചേർന്ന് പറഞ്ഞു നിന്റെ കൂടെ ദൈവമുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ അതിനൊരു വിശേഷത. അബ്രഹാമിനോട് കൂടെ ദൈവം ഇരിക്കാൻ കാരണം നമുക്കറിയാം. അബ്രഹാമിന്റെ വിളി ഏകനായിട്ടാണ് ദൈവം വിളിച്ചത്. ഏകനായിട്ട് 51:2 യെശയ്യാവ് വായിച്ചു. 51:2 51:2 അങ്ങനെ വായിച്ചു. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും
എല്ലാവരിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും എല്ലാരും ഒന്ന് ദൈവം വിളിച്ചിട്ടില്ല. എല്ലാരും ബന്ധുക്കോസി വരും. ഞായറാഴ്ച ആകുമ്പോൾ കമ്പത്തിൽ നിന്ന് കാള ഇറങ്ങും പോലെ വണ്ടിക്കകത്തോട്ട് അടിച്ചു കയറ്റി എല്ലാത്തിനെയും കൊണ്ടിറക്കുക. ഇടുന്നില്ല, എല്ലാത്തിനും ഒന്ന് ദൈവം വിളിച്ചു ഒന്നുമല്ല. ഉപദേശമാരൊക്കെ പറയുന്ന ഞാൻ കടമെടുക്കുക, ദൈവം വിളിച്ചിറങ്ങിയവരുണ്ട്, ദൈവത്തെ വിളിച്ച് ഇറങ്ങിയവരുണ്ട്. ഈയിടെ മരിച്ചുപോയ രായമ്മച്ചമ്മയുടെ ഭർത്താവ് പറയുമായിരുന്നു, സ്തോത്രം, ചുമ്മാ ശബ്ദം കേട്ടോണ്ട് ഇറങ്ങരുത്, ചുമ്മാ ഓയ് ദൈവം എന്നെ വിളിച്ചെന്ന്. പുള്ളി പറയുന്നത് മീൻകാരനാണോ കൂവിയത്, അതോ വണ്ടിക്കാർ വല്ലതും രാവിലെ കൂവിയതാണോ, അതോ ഓണടിച്ചതാണ്? അത് തിരിച്ച് മനസ്സിലാവും. ഇത് ശബ്ദം കേട്ടപ്പോൾ പുള്ളി പുസ്തകമായിട്ട് ഇറങ്ങി. എന്നിട്ട് ഇവിടെ കിടന്ന് കുഴയുക. എല്ലാവരെയും ഒന്നും ദൈവം വിളിച്ചതല്ല. ഈ ദൈവം വിളിച്ചവനെ കണ്ടാലറിയാം. ദൈവം വിളിച്ചവനെ അവനെ കണ്ടാലറിയാം. അവൻ ആരാധനയ്ക്ക് വന്നിരുന്നാൽ അറിയാം ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണെന്ന് പറയുന്നത്. ഒരു ചരിത്രം പറയുന്നത് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ മൃഗത്തായ ഒരു വലിയ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. പക്ഷെ ആ കുടുംബത്തിൽ തന്നെ ഒരുത്തനെ മാത്രമാണ് ദൈവം വിളിച്ചത്. അതാ ഞാൻ പറഞ്ഞ കുടുംബത്തിൽ ഒത്തിരി പേര് കാണാം. അപ്പനെ, അമ്മ, മക്കളെ, ചാർച്ചക്കാരെ, ബന്ധുക്കളെ, മിത്രാദികള് ഒത്തിരി പേര് കാണും. എല്ലാവരെയും ഒന്നും വിളിച്ചതല്ല. ഇപ്പൊ നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവൊന്നും വേണ്ട. ദൈവം വിളിച്ചവരെ അവരുടെ പ്രവൃത്തി കാണുമ്പോഴറിയാം. സംസാരം കേൾക്കുമ്പോ അതിന് പ്രാർത്ഥിച്ചു നോക്കും. തലവടി കുഞ്ഞിനെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കണം, നോക്കിയാട്ടെ. ഭാര്യ അവര് മരിച്ചു പോയെങ്കിലും പുള്ളിയെ വിളിച്ച് ചോദിക്കണ്ട. രീതി കാണുമ്പോഴറിയാം ദൈവം വിളിച്ചതാണോ. അപ്പൊ ഏകനായിട്ട് ദൈവം വിളിച്ചു. അതിന് കാരണം അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടു. 7:1 വായിച്ചു അപ്പോസ്തല പ്രവൃത്തി. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്. ഇത് ഉള്ളത് സ്തെഫാനോസിന്റെ പ്രഥമ പ്രസംഗമാണ്. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാബലിരുന്ന് ചോദിച്ചതിന് സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ കേട്ടുകൊള്ളുകയും നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിലിരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. പെട്ടോ വെളിച്ചമില്ലാത്ത ദൈവമല്ല. സ്തോത്രം. ദൈവം ഇരട്ടത്തിരിക്കുക, അങ്ങ ഒരു മെഴുകുതിരി, അങ്ങനത്തെ ദൈവമൊന്നുമല്ല. സ്തോത്രം. ദൈവത്തിന് അപ്പുറം ഇപ്പുറം 2 പന്തം കൊടുത്തു വെച്ചാൽ കൈനിട്ടത്തിരിക്കുകയല്ലേ, അത് കാണണ്ട. ഞാനും നിങ്ങളെ ആരാധിക്കുന്ന ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവം തേജോമയനായ ദൈവം. ധന്യനാകുന്ന ഏകാധിപതി താൻ മാത്രം അമർത്തിയതിലുള്ളവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അവന് സ്തോത്രം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവജ്ഞനായ ദൈവം. അങ്ങനെ ദൈവമാണ് അബ്രഹാമിന് വെളിപ്പെട്ടത്, പ്രത്യക്ഷനായി. ഏകനായിട്ട് വിളിച്ചു. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. അങ്ങനെ വിളി കേട്ട് ഇറങ്ങി. ഈ വിളി കേട്ടിറങ്ങിയെങ്കിലും കൂടെ ലോത്തും തന്റെ അപ്പൻ ഇങ്ങനെ ഈ പറ്റി നിൽക്കുക. ഈ മിക്കതും മാനസാന്തരപ്പെട്ടൊന്നുമല്ല, പിന്നെ ഇങ്ങനെ പറ്റി നിൽക്കുന്നേ ഉള്ളൂ. ഇന്ന് മാനസാന്തരപ്പെട്ടതല്ല, പറ്റി നിൽക്കുക.
ലോത്തും ഇറങ്ങി, തേരകും ഇറങ്ങി. നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ ഈ ഇവരെല്ലാം കൂടെ വീട്ടിൽ നിന്ന് ഒന്നിച്ചിറങ്ങി കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങുക. ലോത്ത്, തേരകൻ, ലോത്തിന്റെ ഭാര്യ നാഹോറ, എല്ലാം നാഹോറ മരിച്ചു പോയി, ഭാര്യ, ഇതുങ്ങളെല്ലാം ഉണ്ട്. ഇറങ്ങിയപ്പോ ഇതുങ്ങളെല്ലാം കൂടെ ഉണ്ടാകും. ആ യാത്രയുടെ പോക്ക് കണ്ടാൽ തേരകിനെ ദൈവം വിളിച്ചതുപോലെ തോന്നും. പതിനൊന്നാം അധ്യായത്തിന്റെ 27 മുതലൊന്ന് വായിച്ച ഉൽപ്പത്തി. തേരകിന്റെ വംശപാരമ്പര്യമാവിത് തേരക അബ്രാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് അപ്പനകന് തേരകിന്റെ മുന്നേ മരിച്ചു പോയി. അടുത്തത് അബ്രാമിൻ നാഹോറും ഭാര്യമാരെടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും. അടുത്തത് ഹാരാന്റെ അടുത്തത് സാറായി മച്ചിയായിരുന്നു. അടുത്ത നോക്കിയേ, തേരക് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ സാറായെ എങ്ങനെ സാറായെ കൂട്ടി ഇപ്പം ഈ വാക്യം ആരാണെന്നെങ്കിൽ ലീഡർ ആരാ? തേരക്. തേരക് ഇവരെ എല്ലാം കൂടെ കൂട്ടി കനാലിലോട്ട് പോവാ. വിളി കേട്ടത് ആരാ? അബ്രഹാം. ദൈവത്തെ കണ്ടത് ആരാ? അബ്രഹാം. അപ്പൊ തേജോമയനായ ദൈവത്തെ കണ്ടത് അബ്രഹാം, വിളി കേട്ടതും അബ്രഹാം. പക്ഷെ ഇപ്പൊ ലീഡ് ചെയ്യുന്നത് ആരാ? നമ്മള് തേരകിന്റെ പോക്കും ഭാവവും കണ്ടവർക്കും ഈ പുള്ളി ആ ദൈവത്തെ കണ്ടേച്ച് ഇറങ്ങി നിന്ന് പുള്ളി ഇവരോട് പറഞ്ഞു, വാ നിങ്ങളും നമുക്ക്. പുള്ളി ലീഡ് ചെയ്യുന്നത് ആത്മീക ലോകത്തിൽ ഇപ്പൊ ഇതാ നടക്കുന്നത്. ആത്മീക ലോകത്തും വിളിയുള്ളവൻ, ദർശനമുള്ളവൻ, കൃപയുള്ളവൻ, ദൈവത്തെ കണ്ടവൻ, ദൈവത്തെ ഭജിക്കുന്നവൻ, അവനെ ആരും ഗൗരവിക്കുന്നില്ല. വിളിയില്ലാത്തവനാ ഇതല്ല. ഇപ്പം എന്നാ നിങ്ങളെല്ലാം ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാ ദൈവം 12-ാം അധ്യായത്തിൽ വീണ്ടും അബ്രാമിനോട് പറഞ്ഞു, ദേശത്തെ ചാർജ് പിതൃഭവനും. കാരണം തേരക അവിടെ വന്നപ്പോൾ മരിച്ചു, ഹാരാനി വന്നപ്പോൾ. എന്നാലും ലോത്ത് കൂടെ ഉണ്ട്. അവിടെ നമുക്ക് അഭിഷേകപ്പെട്ടേക്കാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അപ്പോൾ ഇവിടെ പീക്കോലും അബീമിലേക്കും പറയുന്ന കാര്യമാ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അങ്ങനെ വാക്യം, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. 21-22 എല്ലാം മറിച്ചു. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് വലതുവശത്ത് നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇങ്ങനെ ഇവന്റെ പ്രവൃത്തി ഇടപാടും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലായി അബ്രഹാമിനോട് കൂടെ ദൈവമുണ്ട്. നമ്മുടെ പ്രവൃത്തി, സംസാരവും, ചിന്തയും, നിരൂപണവും, ഇടപാടും, കൊടുക്കുവാങ്ങലും, സമീപനം എല്ലാം നോക്കിയിരിക്കുന്നുണ്ട് ആൾക്കാർ ഉണ്ട്. സ്തോത്രം. നമ്മളീ പലരും യോഗത്തിലിരിക്കുമ്പോ നല്ല സംസാരവും നല്ല സമീപനവും ആ മുഖഭാവവും. ഞാനതുകൊണ്ട് എപ്പോഴും അവർക്ക് എപ്പോഴും അങ്ങ് യോഗമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വെളിയിലോട്ട് വിടാറ് ദൈവത്തിന്റെ മഹത്വം. അബ്രഹാമിനോട് കൂടെ ദൈവമുണ്ട്. യെശയ്യാവ് 43:5 പറയുക, ഞാൻ നിന്നോട് കൂടെ ദൈവമുണ്ട്. അപ്പൊ ഒരു ചിന്ത,
ഈ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ അതിനൊരു വിശേഷത ഒത്തിരി ഉണ്ട്. ഒരു വിശേഷത അബ്രഹാമിന്റെ വിശേഷത, അബ്രഹാം ചെന്നിടത്തെല്ലാം ആരാധിക്കും. ചെന്നിടത്തെല്ലാം അടി ഉണ്ടാക്കുമെന്നല്ല. നിങ്ങളാണ്ട് 12:6-7 വായിച്ചേ. 12:6-7. ആ തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ആരാധന. ദൈവം വിളിച്ചു, ദൈവത്തിന്റെ വിളി കേട്ടു, ദൈവത്തിന്റെ തേജസ് കണ്ടു. ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ അലഞ്ഞു കിടക്കുകയല്ല, യാഗപീഠം പണിതു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിച്ചെന്നാണ്. ഇത് ദൈവം വിളിച്ചെന്നും പറഞ്ഞിരിക്കുക. യോഗത്തിന് വന്നാൽ ആരാധിക്കത്തില്ല, കൈയടിക്കാല്, പാടുകയില്ല, പ്രാർത്ഥിക്കല്, ചുമ്മാ തീർവാനം അടിക്കും. ദൈവം എന്നെ 80കളിൽ വിളിച്ചത്. സ്തോത്രം. ദൈവം വിളിച്ചവൻ ദൈവത്തെ ആരാധിക്കും. തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗപീഠം ആരാധനയെ കാണിക്കുന്നതാണ്. ആരാധിച്ചു. ദൈവത്തിന് മഹത്വം. അടാ 13-ാം അധ്യായത്തിന്റെ 18 വായിച്ചേ. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. എങ്ങനെയുണ്ട്? ഒന്നുകൂടെ വാക്യം വായിച്ചേ. ദൈവത്തിന് മഹത്വം. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അവിടെ ആരാധിച്ചു. 13:4 വായിച്ചേ. ആരാധിച്ചു. അപ്പൊ ചെന്നിടത്തല്ല ഇതാ പണി. ചെന്നിടത്തല്ല, ചെന്നിടത്തൊക്കെ ഇതായിരിക്കണം പണി. നമ്മൾ ചെന്നിടത്തല്ല ഓരോ പൂള് വെച്ചേച്ച് നിങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്. പിന്നെ പൂള് വെക്കുന്നുണ്ടെങ്കിൽ വെക്കുന്നവരുടെ കാര്യമാണ്. പേരറിയാറിഞ്ഞ പേര് പറഞ്ഞ ആരാധനയ്ക്ക് എന്നുവെച്ച് ഭാര വെച്ചു പോകുമല്ല, ആരാധനയ്ക്ക് എന്നുവെച്ച് ആരാധിച്ചാ പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് എന്നുവെച്ച് മറ്റുള്ളവരുടെ തോർപ്പുട വെച്ചേച്ച് അബ്രഹാം പോകുമല്ല. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ഇതാണ്. നമ്മളെ നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വാക്യങ്ങൾ എടുക്കാനുണ്ട്. ചെന്നിടത്തെല്ലാം ആരാധിക്കുക. മറ്റുള്ളവരെങ്ങനെയാന്നുള്ളത് പുള്ളിക്ക് വിഷയമല്ല. ലോകത്ത് എങ്ങനെയാന്നുള്ളത് പുള്ളിക്ക് വിഷയമല്ല. കൂടെ ഇറങ്ങിയ അവന് വിഷയമല്ല. ദൈവത്തിന് മകത്ത് ചെന്നിടത്തെല്ലാം യാഗപീഠം പണിയുക. ചെന്നിടത്തെല്ലാം ദൈവത്തെ ആരാധിക്കുക. 22-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം പറഞ്ഞെടുത്ത് എന്ന് ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൂരെ നിന്ന് അബ്രഹാം സ്ഥലം കണ്ടു. ദൂരെ കൂടുതലാണ്. നമുക്ക് ഇവിടെ കുറച്ച് കാലിനെടുത്ത് ഇവിടെ അങ്ങ് പണിത് നിന്നെ ഇവിടെ വെച്ചിട്ട് കണ്ടിക്കാം. എനിക്ക് കയറ്റം കയറാൻ വയ്യ. ദൂരെ നിന്ന് കണ്ടപ്പോ ഇച്ചിരി മേലേ വയ്യടാ. നിന്നെ എന്നാ ഇവിടെ ഇട്ട് കണ്ടിക്കാൻ പോവാ. ഇവിടെ ഇട്ട് കണ്ടിച്ച ആട്ടുകുട്ടി കാണുകയല്ല. ആട്ടുകുട്ടി അവിടെ കരുതിയേക്കുന്നത്. ആട്ടുകുട്ടിയെ ദൈവം കരുതിയിരിക്കുന്നത് നീ ഇച്ചിരി ബന്ധപ്പെട്ട നീയും മകനും കൂടെ വിറക് കീറണം കേട്ടോ. മുട്ടി എടുത്തോണ്ട് വരരുത്. മുട്ടിയായിട്ട് ഞായറാഴ്ച വന്നിട്ട് ഒന്ന് കത്ത് എവിടെ ഈ കീറാ മുട്ടി എവിടെ ഇട്ട് കത്താനാ? ഇത് തലേനൊക്കെ ഒന്ന് കീറി വെക്കണം. വേണ്ട, വേറെ പുസ്തകം എടുത്ത് വെക്കണം, പാട്ട് പുസ്തകം കൊണ്ട് എടുത്ത് വെക്കണം, കീറണേ. സ്വോത്രകാഴ്ചക്ക് ഉണ്ടെങ്കിൽ അതും എടുത്ത് നേരത്തെ വെക്കണം. സ്തോത്രം. ഞായറാഴ്ച 8 മണിയാകുമ്പോഴെ വിലക്കൂറ്റ് ഓടുക. തോർത്ത് കാണുന്നില്ലെന്ന് വിലക്കൂറ്റ് ഇവിടെ ഓടുക. എന്റെ തോർത്ത് കൊണ്ടുവരുമ്പോൾ എവിടെ നേരം തോർത്ത് കൊണ്ടുവരുമ്പോ സോപ്പ് കാണുന്നില്ലെന്ന്.
ഇനി എങ്ങനെ കുളിക്കും? ഉടനെ അവർ തീരുമാനം, ഇന്ന് കുളിക്കുന്നില്ല. കെടുമ്പ് നാറിയിട്ട് ഇരിക്കാനും തേക്കയില്ല, കുളിക്കയില്ല, പല്ലും തേക്കയില്ല, വൃത്തിയായില്ല. ഞാൻ എന്നാൾ എടുത്തിട്ട് പറഞ്ഞാ അണ്ട കല്ല് വെച്ച് കാലിന്റെ ഈ ഉപ്പൂറ്റി നന്നായിട്ട് പിന്നെ ഉമ്മ കണ്ടത്തിൽ കയറി വരെ പോലെ വിശുദ്ധ നാറരുത് വായ. അയ്യോ എന്ന് നമുക്ക് എത്രണ്ണത്തിന് ഞാൻ അനുഭവിച്ചേക്കുന്നത്. അസുഖമുള്ളവരുണ്ട്, അത് നമുക്കറിയാം. ചില ബുദ്ധിമുട്ടുകൾ അവരുടെ കാര്യമല്ലേ പറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വീറും വൃത്തി, ഞാൻ കൂടെ വരുന്നവരോട് പറയും വീറും വൃത്തി സ്തോത്രം ഇല്ല. ഞാൻ അന്നേരം വഴക്കും പറയും, പോയിട്ട് ഷർട്ട് മാറാന്ന് പറയും. ഇല്ല ഞാൻ അന്നേരം മേടിച്ചു വണ്ടി നിർത്തും, അവിടെ തന്നെ മേടിക്കാൻ പറയും. എന്റെ കൂടെ വരുമ്പം ആളിഞ്ഞും തന്നെയാണ് പാസ്റ്റാന്ന് പറഞ്ഞു ഉമ്മ. ബാക്കിയുള്ളവർ കൂടെ ഒരു ജോഡിയോ ഉള്ളെങ്കിലും വൃത്തിയായിരിക്കണം. ശനിയാഴ്ച വൈകിട്ട് ഇതെല്ലാം ക്രമീകരിച്ച് വെക്കണം. ആരാധനയ്ക്ക് പോകാൻ ഒരു ഒരുക്കം വേണം. ഞാൻ കർക്കശമായിട്ട് എല്ലാവരോടും പറഞ്ഞു, കൂടെ പറയും. ഞാൻ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഒരു ജോഡി ജിബായും മുണ്ടും ഷാളും അത് ഒരു സെറ്റാണ്. നിങ്ങൾ സഹോദരി ഇതെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾ ചെയ്യുക. ഇപ്പൊ സാരി ഉടുക്കുന്നവരാണെങ്കിൽ സാരി, അതിന് ചേരുന്ന ബ്ലൗസ്, അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഒരു സെറ്റാക്കി വെക്കണം. പിന്നെ സാരി എടുത്തതിന്റെ ബ്ലൗസ് കാണുന്നില്ല, തപ്പി ഊപ്പാട് വന്ന് രണ്ടലമാരക്കാത്തിരുന്ന മുഴുവൻ വലിച്ചിറക്കി അവസാനം കൈ കുത്തിരിക്കുക കാണുന്നില്ലെന്ന്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. തപ്പി ഇടപാട് തീരുക. അവസാനം വെളുത്ത സാരിക്ക് കറുത്ത ബ്ലൗസ് ഇട്ടുകൊണ്ട് പാമി ഷർട്ടും പാൻറ്റും ഇടുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കണം. അതിന് ജോഡിയുണ്ട്, അതെല്ലാം കൃത്യമാക്കി വെക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും മറന്നു പോയാലും വിളിച്ചു പറയുന്നത് ഇന്നടി തിരിക്കൊണ്ട് ഇഞ്ഞെടുത്തോണ്ട് ഇതൊക്കെ ക്രമം വേണ്ടായോ ജീവിതത്തിന്? ഈ ക്രമീകരണമില്ലാത്ത ആരും രക്ഷപ്പെടുക. ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ എല്ലാം ഓർഡറിലാണ് സൃഷ്ടിച്ചത്. അല്ല വലിച്ചു വാരി കന്നാലി അങ്ങോട്ടിട്ട്, കാക്കയെ പിടിച്ച് അങ്ങോട്ടിട്ട്, മൃഗത്തെ പിടിച്ച് അങ്ങോട്ടിട്ട്, അങ്ങനെ ഇത്ര ഐറ്റം ഉണ്ടാക്കി. നിങ്ങൾ പുസ്തകം പഠിച്ച് എന്ത് ഓർഡറിലാണ് ചെയ്തിരിക്കുന്നത്? ദൈവം എല്ലാം ഓർഡറിലാണ് ചെയ്യുന്നത്. അപ്പൊ ആരാധനയ്ക്കും ആത്മീക ജീവിതത്തിനുമൊക്കെ ഒരു ക്രമീകരണം വേണം. സ്തോത്രം. ഞായറാഴ്ച 9:30 ആയപ്പോഴാ ചീപ്പ് തപ്പുക. ഇവന്റെ തലമുടി ചീകുന്ന ചീപ്പ്, പിന്നെ അവസാനം പല്ലില്ലാത്തൊരു ചീപ്പ്, അതൊരു ചീകിട്ടോട്ട് ഒക്കുന്നു. അവിടെ കിടന്ന് കറങ്ങാൻ അങ്ങോട്ടിരിക്കും. അപ്പൊ ആരാധനയ്ക്ക് ഒരു ക്രമീകരണം ഉണ്ടായിരിക്കണം. അപ്രകാരം ഇത് ക്രമീകരണം. വിറകൊക്കെ കീറി, കത്തിയുണ്ട്, അവിടെ ചെന്ന് കത്തി തപ്പുകയല്ല. ഇവിടെ ഞാനൊരു ബാഗിനകത്ത് വെച്ചതാ എന്റെ കത്തി. അല്ലേലും എന്റെ കത്തിയോടല്ലാതും ക്രമം വേണം. ദൂര സ്ഥലം കണ്ടപ്പോൾ യോഗേറ്റമാ കയറാമല്ലെന്നല്ല, ദൈവം ആട്ടിൻകുട്ടിയെ കരുതി വെച്ചേക്കുന്നത് അവിടെ. നീ അവിടെ ദൈവം പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴാ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നീ വന്നെങ്കിലേ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുകയുള്ളൂ. നമ്മുടെ വഴിയല്ല, നമ്മുടെ വിചാരമല്ല, നമ്മുടെ ഇഷ്ടവുമല്ല. ദൈവം നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദൈവം ചില കാര്യങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ എന്ന് അവിടെ വരും അന്നാ ദൈവത്തിന്റെ കരുതൽ. ദൈവത്തിന്റെ കരുതലുകൾക്കായി സ്തോത്രം. ആരാധന തുടങ്ങുന്നത്, പ്രാർത്ഥന തുടങ്ങുന്നത് അപ്രകാരം ചെന്നിടത്തല്ല, യാഗവീരപ്പെടുന്നു. ഈ പ്രാർത്ഥന ആരാധനയെ മുടക്കരുത്. ആരാധനയ്ക്ക് ഞായറാഴ്ച ആണെങ്കിലും എല്ലാം മുടക്കുന്നത്. ചില ശ്രദ്ധിച്ചിട്ടില്ലേ?
ഒരാൾ പറഞ്ഞു ആ കൂടെ ഒരു വിടവ് കിട്ടുന്നത് അതിനെ കിടന്ന് കോഴയെ കൈയും കാലും ഇട്ട് അട്ടിക്കുക. ഒന്നും ഒത്തു വരുന്നില്ല. നിങ്ങൾ ഇന്ന് ഒരു തീരുമാനമുണ്ട്. ആരാധനയ്ക്ക് പ്രഥമ സ്ഥാനം. അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠം പണിയുക, ചെന്നിടത്തെല്ലാം ദൈവത്തെ ആരാധിക്കുക. ലോകത്തിനൊറ്റ യാഗപീഠം പണിതായിട്ട് ചരിത്രമില്ല. മനസ്സിലായത് കാണുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ ആ കല്ല് ഇച്ചിരി നീണ്ടായിരിക്കുന്നു. അപ്പാപ്പനെ വിളിച്ച് നടക്കുകയുള്ളു നീ. ഒടുവിൽ അപ്പാപ്പാന്നും പറഞ്ഞു ദൈവത്തിന് ഒറ്റ യാഗപീഠം പണിതായിട്ട് കാണുന്നില്ല. അബ്രഹാം ചെന്നിടത്തല്ല യാഗപീഠം. ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ട് പീക്കോലും അബീമലേക്കും ഒക്കെ ചെന്നിടത്ത് ഈ പ്രവൃത്തിയിൽ ദൈവം കൂടെ ഉണ്ടത് കൊണ്ട് പറഞ്ഞു എന്നോടുകൂടെ ദൈവം. ആരാധിക്കുന്ന ദൈവത്തിന്റെ കൂടെ ദൈവമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ കൂടെ ദൈവമുണ്ട്. ദൈവത്തെ ഭജിക്കുന്ന നിന്റെ കൂടെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പഠിക്കാൻ വിടുമ്പോ പഠിക്കാൻ പോകുമ്പോ ആദ്യം നോക്കേണ്ടത് സഭാഗോളം അടുത്തുണ്ടോ എന്നാണ്. ഗുണമുള്ളതിന്റെ ലക്ഷണം അതാ. അല്ല ആദ്യം കടപ്പുറം ഇവിടെ അടുത്തുണ്ടോ എന്നല്ല. സ്തോത്രം. തൊട്ടിക്കകത്ത് കറങ്ങുന്നുണ്ടോ അവിടെ? ഒരു തൊട്ടിയെ നീ, മറ്റേ തൊട്ടിയെ നിന്റെ കാഴ്ച കറങ്ങി വരും. ഒത്തിരി അങ്ങനെ എനിക്കറിയാം. അവസാനം നീയും തൊട്ടിക്കകത്ത് കിടന്ന്, തൊട്ടിക്കകത്തല്ല, അവസാനം പെട്ടിക്കകത്ത് കിടന്ന്. ദൈവത്തിന് മഹത്വം. ആരാധനയുടെ ഇടം നോക്കണം. പ്രൈസ് ദി ലോർഡ്. എവിടെ ചെന്നാലും എവിടെ പാർത്താലും സഭയും ആരാധനയും ആ വിഷയം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠമാവണത്. ചെല്ലു പറഞ്ഞോ മോനെ, ഇപ്പൊ അവര് ആരാധനയ്ക്ക് യാതൊരു സ്ഥലവും സൗകര്യമില്ല. മോള് പോയെടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം അവള് തന്നെ ഇരുന്നെങ്കിൽ അവള് ലൈവിലുണ്ട്. എനിക്ക് ധാരാളം പേരെ അറിയാം. 10, 40, 50 കിലോമീറ്റർ 3, 4 വണ്ടി കയറി ആരാധനാ സ്ഥലത്ത് ചെന്നവര്. ദൂരോട്ടൊന്നും പോകണ്ട. ഞാനൊരു തെളിവ് തരാം. നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വരുന്ന ബാബുച്ചാനെ നിങ്ങൾക്ക് അറിയാവുന്നു. ഞാൻ സാക്ഷി പറഞ്ഞതാണ്. ഒരു ഞാൻ കണ്ടിട്ടില്ല. കൈ വളരെ ബുദ്ധിമുട്ടിക്കൂടെ ജീവിച്ച മനുഷ്യന് എന്നോട് ഒരിക്കൽ പറഞ്ഞ പാസ്റ്ററെ 50 പൈസയ്ക്ക് വേണ്ടി ഞാൻ ബുദ്ധിമുട്ടി. പാറമടയിലെ പണിയായിരുന്നു. തമരടിച്ച സമയത്ത് ഇത് പൊട്ടിത്തെറിച്ച് കൈ പോയത്. ഒടുവില് വളരെ അമ്മയും മാമയും കുഞ്ഞുങ്ങളും പൊടിക്കുഞ്ഞുങ്ങളും 3 വണ്ടി കയറി വരണം മാത്യു സാറിൻ്റെ അവിടെ വന്ന് ആരാധിക്കാൻ. മുട്ടത്തിനിപ്പുറം അവര് താമസിക്കുന്നിടത്തിൽ നിന്നൊരു വണ്ടി കയറി ഒരു കുന്നത്ത് വന്നിറങ്ങണം. അവിടെ നിന്നൊരു വണ്ടി കയറി തൊടുപുഴ വരണം. അവിടെ നിന്നൊരു വണ്ടിക്ക് ആരാധന. 3 വണ്ടി. 9:30 ആരാധന. എനിക്കത് പറയാൻ പോലും പ്രാഗൽഭ്യമില്ല. അവര് കുഞ്ഞുങ്ങളുമായിട്ട് 9 മണിക്ക് വന്ന് മുട്ടുകുത്തും. 9 മണിയാകുമ്പോൾ വന്ന് മുട്ടുകുത്തും. ഒരിക്കൽ എന്നോട് പറഞ്ഞു വണ്ടിക്കൂലിയില്ല, തലേന്ന് വണ്ടിക്കൂലിയില്ല. അപ്പം പിള്ളേരോട് പറഞ്ഞു നമുക്ക് ആരാധന മുടക്കാനൊക്കത്തില്ല. വെളുപ്പിനെ അവിടുന്ന് ഇറങ്ങി നടന്നു. പിള്ളേരുമായിട്ട് വെളുപ്പിനെ ഇറങ്ങി നടന്ന് അന്ന് 9 ആയപ്പോൾ കൂളി വന്നു നടന്നു. ചുരുക്കി പറയാം, എന്നോട് പറഞ്ഞതാണ്. ഇത് പുള്ളിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയല്ലായിരിക്കും ഇത് പറഞ്ഞാലും സാക്ഷ്യമില്ലേ. അടുത്ത് ഈ പാറമടക്കാരുണ്ട്. അപ്പം കോറി. അപ്പം അവിടെ ചെന്ന് പറഞ്ഞു ഒരു ജോലി എന്തെങ്കിലും വന്നിട്ടാണ് കയ്യില്ലല്ലോ ഒരു ജോലി. അപ്പം ആ മുതലാളി പറഞ്ഞു ഓ കയ്യില്ലാത്ത നിനക്ക് എന്നാ ജോലി തരാനാ. അപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ ഈ ഇവിടെ നിൽക്കണം. ദാരിദ്ര്യമൊക്കെ വന്നാലും 2 പിള്ളേരില്ലേ, നീ ഇവിടെ നിൽക്കണം. ഈ
വണ്ടി ലോറി കയറിപ്പോ എണ്ണ എടുക്കണം, ജോലി ചെയ്യാനൊക്കത്തില്ല, എണ്ണ എടുക്കണം. ഇത്ര ലോറി കയറിയുന്നു, ഇത്ര ലോറി അത് കുറിച്ച് വെക്കണം. അപ്പൊ അങ്ങനെ ഒരു ദിവസം മുഴുവൻ നിൽക്കും. 100 രൂപ, 100 രൂപ. അന്നേരം പുള്ളി പറഞ്ഞ ആ 100 രൂപയിൽ 10 രൂപ ദശാംശം രൂപ. അന്ന് ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. ബാക്കി പൈസ കൊണ്ട് അന്നും ആരാധന മുടക്കത്തില്ല. ഈ കുഞ്ഞുങ്ങളുമായിട്ട് ആരാധന 3 വണ്ടി കയറിയാ വരുന്നത്. അങ്ങനെ കുറെ നാള് വീടുമൊന്നുമില്ല, കുറെ നാള് ജോലി ചെയ്തു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലെന്തോ ദൈവം തോന്നിപ്പിച്ചതാണ്, ആ ഒരു കാര്യം ചെയ്യാൻ. ഇനി അതിൻ്റെ മേൽനോട്ടം വഹിച്ചു നിൽക്കുമ്പോൾ കുറച്ച് കാര്യമൊക്കെ അറിയാമല്ലോ. അന്ന് അന്നേരം 500 രൂപ അത് നന്നായിട്ട് ചെയ്ത് ഇങ്ങനെ വരിക. ചുരുക്കി പറയാം, അങ്ങനെ എന്താ അന്നും ആരാധന മുടക്കത്തില്ല. ഈ 3 വണ്ടി കയറിയ സഭായത്തിൽ വരുന്ന പിള്ളേരുമായിട്ട് എന്നോട് പറഞ്ഞ ഒറ്റ സഭായകം മുടക്കിയിട്ടില്ല, ഒറ്റ സഭായകം മുടക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം വീട് അന്വേഷിച്ചു. ആരും വീടൊന്നും വാടകയ്ക്ക് കൊടുക്കത്തില്ല, ചെയ്യില്ല. അപ്പൊ ഈ മനുഷ്യനെ അദ്ദേഹത്തോട് പറഞ്ഞു, ബാബു ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറൊരു സ്ഥലത്തോട്ട് ഇത് പാറമട കിട്ടി, നീ കുറച്ച് നാൾ ഇത് നോക്കി നടത്തണം, ഞാൻ വരുന്നത് വരെ നടത്താൻ ഒരു കാര്യം സാധില്ല കേട്ടോ. അങ്ങനെ കുറെ നാൾ നോക്കി നടത്തിയപ്പോൾ ചില സാമ്പത്തികമായ നന്മ ലഭിച്ചു. അന്നേരം പ്രാർത്ഥന ആരാധനയുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യൻ വന്നു പറഞ്ഞു, ബാബു ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, നീ ഇതങ്ങ് നടത്തി. അങ്ങനെ നടത്തി. എന്തിനേറെ വേറെയും സ്ഥലങ്ങൾ പുള്ളി അതുപോലെ തിരുവല്ലയിലൊക്കെ പുള്ളി വന്നിട്ടുണ്ട് ജോലിക്ക്. നടത്തി ഇനി ലൈവ് ഒന്ന് നിർത്തി വരിക, കാരണം അത് പറയുന്നത് ശരിയല്ല. അന്ന് മനോജ് പറഞ്ഞു, നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അന്ന് കണ്ട് പരിചയപ്പെട്ടു. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് പറയട്ടെ, ഈ കൂട്ടായ്മ
ഒരൊറ്റ ആരാധന മുടക്കിയിട്ടില്ല. ആ പ്രതിസന്ധിയുടെ നടുവിലും കുഞ്ഞുങ്ങൾ രണ്ടുപേരും കാനഡയിലാണ് പഠിക്കുക. എന്നോട് പറഞ്ഞു, നമ്മുടെ കൂട്ടായ്മ വലിയ താല്പര്യവും സന്തോഷമൊക്കെ, അതവിടെ നിൽക്കട്ടെ, ദൈവത്തിന് മഹത്വം. ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഓർപ്പിച്ചത്, ആത്മീയത്തിനും ആരാധനയ്ക്കും പ്രഥമ സ്ഥാനം കൊടുത്താണ് ദൈവം നിന്റെ കൂടിരിക്കും. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവർ കാണുകയും ചെയ്യും, അവര് സാക്ഷിക്കും ദൈവം നിന്റെ കൂടെ. നമുക്കെന്നെ പലപ്പോഴും നന്മയും വിടുതലും ഒക്കെ പ്രാപിക്കാൻ എന്താ ബുദ്ധിമുട്ടല്ല. ദൈവം ഒരാളുടെ പുസ്തകമൊന്നും അല്ല. ചില ആൾക്കാർ ധരിച്ചു വെക്കുന്ന ദൈവം അവരുടെ മാത്രമാണ്. അല്ല, ദൈവം മുഴുലോകത്തിന്റെ. ഞാനും നിങ്ങളും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പ്രമാണത്തോടെ അവൻ നിന്നാൽ അവൻ ദൈവം നിന്റെ കൂടിയിരിക്കും. നീ പോകുന്നിടത്ത് ദൈവം നിന്നെ കേൾക്കും. രണ്ട് കാര്യം പറഞ്ഞ നിർത്തുക, ദൈവത്തിന്റെ മകത. അപ്പൊ അബ്രഹാമിന്റെ കൂടെ ദൈവം. ഒരു വാക്യം വായിച്ചേ, 26:28 തോന്നുന്നു, ഉൽപ്പത്തി ഒന്ന് വായിച്ചേ. യഹോവ സ്പഷ്ടമായി കണ്ടു. ദൈവത്തിന് മകൻ. ഇത് ഇസഹാക്കിനോടാ പറയുന്നത്. യഹോവ, അപ്പൊ അപ്പന്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളത് അബീമേലെക്കും ഫീക്കോലും കണ്ടു, സാക്ഷിച്ചു. അപ്പന്റെ കൂടെ ദൈവമുണ്ട്. മോന്റെ കൂടെ ഉണ്ടോ ദൈവം? അപ്പന്റെ കൂടെ ദൈവമുണ്ട്. ഇവിടെ പറയുക, മകനോടും പറയുക. ഒന്നോട് വായിച്ചേ, 28, 26, 28 യഹോവ നിന്റെ ഞങ്ങൾ സ്പഷ്ടമായിട്ട് ഊകാപകോ അമ്മമ്മ കഥയല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങള്. ഞാൻ ഇങ്ങനെ പറഞ്ഞത്, അബ്രഹാം ചെന്നെടുത്തെല്ലാം ആരാധിക്കുന്നു ദൈവം. ഇസ്ഹാക്കിന്റെ സ്വഭാവത്തിന്റെ ഒരു വിശേഷത വളരെ സൗമ്യത, വളരെ ശാന്തത, സൗമ്യത. തന്നെയല്ല, ദൈവസന്നിധിയിൽ വേർതിരിക്കുന്നവനാണ്. അതാ ധ്യാനിക്കാൻ പോയെന്നോ നമ്മൾ വായിക്കുന്നത് വെളിപ്രദേശം. ഒന്ന് വളരെ ശാന്തനും സൗമ്യനും ദൈവസന്നിധിക്ക് സമയം ചെലവഴിക്കുന്നവൻ. നമ്മൾ ഇന്ന് പകല് ഈ സന്ധ്യയില് തന്നെത്താൻ ശോധന ചെയ്ത് ദൈവസന്നിധി നമ്മൾ എത്രത്തോളം സമയം ചെലവഴിക്കുന്നു, അതോ മൊബൈലിന്റെ കൂടാണോ? അവനവൻ ശോധന ചെയ്താൽ മതി. മൊബൈല് നല്ലതാ, വാട്സപ്പും മൊബൈലും യൂട്യൂബും ഒക്കെ ആയിക്കോട്ടെ. അത് ആത്മീയത്തിനാണോ അതിനകത്ത് പ്രാധാന്യം, അതോ വേറെ വല്ലത്തിനുമാണോ? ദൈവത്തിന് മഹത്വം. തന്നെത്താൻ ശോധന ചെയ്താൽ മതി. ഇസ്ഹാക്കിനോട് കൂടെ ദൈവമുണ്ടെന്ന് പറയാ, ഞങ്ങൾ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് സ്പഷ്ടം. അതിന്റെ ഒരു വിശേഷത, പുള്ളി സൗമ്യന. ബഹളം ഉണ്ടായി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇവിടുന്ന് പൊക്കോളാം. അന്നേരം പുള്ളി അവിടുന്ന്, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. ആ വാക്യം ഒന്ന് വായിച്ച 26-ാം അധ്യായത്തിലല്ലേ. അബീമേലെക്ക് ഇസ്ഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു. 16-ാം വാക്യമല്ലേ. അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. നീ ഞങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ വിട്ടു പോകാൻ പറഞ്ഞു. ഞങ്ങളെ വിട്ടു പോകും. ഉടനെ അവിടെ കൊമ്പ് കോർക്കാൻ നിന്നില്ല. ചുണയുണ്ട്, എന്നെ ഒന്ന് വിടാമോ? അങ്ങനെ ഒരു നടക്ക് പോകുന്ന ആളൊന്നുമല്ല ഞാൻ. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. എന്റെ മുൻകാല ചരിത്രം ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഞാനിപ്പോ ഇവിടെ വന്നിങ്ങനെ വന്നിരിക്കുന്നതേ ഉള്ളൂ. എന്റെ പഴയ സ്വഭാവം ഞാൻ ഒറ്റ കൂത്തിനൊരുത്തനെ കൊന്നടാ. പണ്ടൊരു ഉപദേശം പറഞ്ഞു, അവനോട് പറഞ്ഞേക്കാൻ എന്റെ പാത്രം പൂജപ്പലയിൽ ഇരിപ്പുണ്ടെന്ന്. മനസ്സിലായല്ലോ?
എന്നോടാ പറഞ്ഞത്. ഞാൻ ചെന്ന് അവനോട് പറയണമെന്ന് പുള്ളിയുടെ പാത്രം ഇപ്പോഴും എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി. നടക്കാൻ ഞാൻ തണ്ടുപോയി. ദൈവത്തിന് മഹത്വം എങ്ങനെയുണ്ട്? ഇവിടെ ഇസഹാക്കിനോട് പറഞ്ഞപ്പോ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു പറഞ്ഞാൽ അവിടെ മഴ കൊണ്ടാക്കില്ല, കൊമ്പ് പോകത്തില്ല. നമ്മളാടുന്നപ്പോൾ ഏതാനും എന്നോട് പോകാൻ നല്ല കലക്ക് കലക്കിയച്ചേ. ഇന്നലെ നമ്മളിവിടെ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞല്ലോ, ഇവിടെ ചെന്നപ്പോ സെയിം ഡയലോഗ് പറഞ്ഞു. എന്നോട് ഇരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മൊത്തം ആളിനെ ഇപ്പൊ വിളി കിട്ടി. പേര് പറയണ്ട. ഞങ്ങൾ ചെന്നത് എന്നോടാ പറഞ്ഞത്. ഞാൻ എഴുന്നേറ്റ് രണ്ട് കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അവരാരും എന്തെങ്കിലും പറഞ്ഞു. എന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ മുഴുവൻ കലക്കിയച്ചേ പോടുകൊള്ളുന്നു. അല്ല, അവർക്കറിയാവുന്നുണ്ട് അവരാരും ഒന്നും. ഇസഹാക്കിനോട് പറഞ്ഞു ഇവിടുന്ന് പൊക്കോ പൊക്കോ. ഒന്നുകൂടെ വാക്യം വായിച്ചേ. അബീമേലെക്ക് ഇസ്ഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോകാൻ പറഞ്ഞു. വിട്ടുപോകാൻ പറഞ്ഞു. അടുത്തതായി ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. സൗമ്യനാണ്, അടക്കൊണ്ടാക്കാറുന്നില്ല. ദൈവം കൂടെയുള്ളവന്റെ ലക്ഷണമാണ്. ഒന്ന്, അവൻ ദൈവത്തെ ആരാധിക്കും. ദൈവം കൂടെയുള്ളവന്റെ ലക്ഷണം ചെല്ലുന്നിടത്തല്ല ആരാധിക്കും, ചെല്ലുന്നിടത്തല്ല യാഗപീഠം പണിയും, ചെല്ലുന്നിടത്തല്ല ദൈവത്തെ മഹത്വപ്പെടുത്തും. രണ്ട്, ദൈവം കൂടെയുള്ളവന്റെ ലക്ഷണം വഴക്കുണ്ടാക്കുക. അവൻ അവിടുന്ന് ഒടിഞ്ഞു മാറും. വേണമെങ്കിൽ ഒന്ന് കൊമ്പ് ഓർക്കാം, വേണ്ടേ? ഒടിഞ്ഞു മാറും. നിങ്ങളിനി താഴോട്ട് പഠിച്ചു വരുമ്പം നിങ്ങൾക്ക് കാണാം. താഴോട്ട് പഠിച്ചു വരുമ്പം തന്റെ പിതാവിന്റെ കാലത്ത് കുടിച്ച കിണറുകളെല്ലാം പെലിസ്തീന് മണ്ണിട്ട് മൂടി. അപ്പൊ പുള്ളി ദാസന്മാരും കൂടെ കിണർ കുത്തി. ആദ്യം ഒരെണ്ണം കുത്തി. വായിച്ചു. അല്ലല്ല, അതിന് ആദ്യം മുതൽ വായി. ആദ്യം കുത്തിയ കിണറ് എന്നിട്ടല്ലേ കൊടുക്കാൻ കുത്തി. ഇസഹാക്ക് പിന്നെയും കുടിച്ചു. പേര് തന്നെ ഇസഹാക്ക് ഇട്ടു. അടുത്തത് ഷണ്ട കിട്ടു. അടുത്തത് അപ്പം വഴക്കുണ്ടാക്കിയപ്പോ പുള്ളി അവിടെ നിന്ന് മാറി. അവരാ കിണറെടുത്തോട്ടെന്ന് പറഞ്ഞു. ഈ ദൈവം കൂടെയുള്ളവന്റെ ലക്ഷണമാണ്. വഴക്കിന്റെ ലാഞ്ചന എന്ന് കണ്ട അവിടെ നിന്ന് മാറും. നമ്മളോ വഴക്കുണ്ടോ അളിയാന്നും പറഞ്ഞിരിക്കുക. ഇനിയും വഴക്കുണ്ടോ? കണ്ട ആലപ്പുഴ റോഡില് തമാശ പറയുന്നേ. ആലപ്പുഴ എനിക്ക് വളരെ അറിയാം, ചെറിയ അടുപ്പമുള്ളതാണ്. അപ്പൊ അവൻ രാവിലെ മുണ്ടുമൊക്കെ മടക്കി കുത്തി മെയിൻ റോഡിൽ നിന്നിട്ട് പറയും, ചേട്ടാ അവിടെ പടിഞ്ഞാറ് മഴക്കുമല്ലോ നടക്കുന്നു. വണ്ടി തടഞ്ഞു നിർത്തിയേച്ച് ആലപ്പുഴ സൈഡിൽ നിന്ന് വണ്ടി വരുന്നത്. വണ്ടി നടക്കും. നമ്മൾ മഴക്ക് ഉടനെ പോവുക. ഞാൻ തമാശ പറഞ്ഞതല്ല. ആളിനെയൊക്കെ എനിക്കറിയാം. നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സഹോദരിയുടെ സഹോദരനുമാണ്. ദൈവം കൂടെ ഇരിക്കുന്നവന്റെ ലക്ഷണമാണ്. ഒരു അഭിപ്രായ വ്യത്യാസം, വഴക്ക്, അസ്വസ്ഥത എന്ന് കണ്ടാൽ അന്നേരം അവിടുന്ന് ഒഴിഞ്ഞു മാറും. നമ്മുടെ കർത്താവ് മാതൃകയാണ്. കർത്താവിനെ പറ്റി വയ്ക്കുന്ന അവൻ അവിടുന്ന് വാങ്ങിപ്പോയത് നമ്മുടെ മാതൃകയായിരിക്കണം. ദൈവം കൂടെ ഇരിക്കുന്നതാണ് ലക്ഷണം. ഈ കിണറിനെ പറ്റി ചണ്ടയിട്ടുള്ള പുള്ളി മാറി വേറെണ്ണം. അടുത്തത് പിന്നെ കൊണ്ടാക്കാം. ചരിത്രത്തില് ഞാൻ ഒരു പ്രാവശ്യം ക്ഷമിച്ചു, എന്റെ ക്ഷമയെ
ഇതല്ലേ നമ്മൾ പറഞ്ഞത്. ഞാൻ എന്നാളൊന്ന് ക്ഷമിച്ചു, ഇനി എന്തേലും ആയിട്ട് വന്നാൽ എന്റെ തനിനിറം ഞാൻ ഈ പുസ്തകം ഒന്ന് മാറ്റിവെക്കും. കാരണം വേറെ മുമ്പിനായിട്ട് കിട്ടുമല്ലോ. ദൈവമുള്ളവന്റെ ലക്ഷണം ഒന്നല്ല രണ്ടല്ല, എത്ര വഴക്കിന്റെ സന്ദർഭം വന്നാലും നീ ഒഴിഞ്ഞു മാറിയേക്കണം. സ്തോത്രം, സ്തോത്രം. ഒന്നുകൂടെ വാക്യം വായിച്ചേ. സിഗ്ന എന്ന് പേര് വിളിച്ചു. വേറൊരു കിണർ കുടിച്ചു. ഇല്ല. അപ്പൊ നീ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുകയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതി വെക്കും. ഞാന് വളരെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു, ദൈവസന്നിധിയിലല്ലേ, ഒത്തിരി പേരോട് വഴക്കുണ്ടാക്കേണ്ട സന്ദർഭങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാനങ്ങ് ഒഴിഞ്ഞു മാറും, ഒഴിഞ്ഞങ്ങ് മാറും. നാടൻ ഭാഷ പറഞ്ഞ കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒഴിഞ്ഞു. ചിലപ്പോൾ അവർ പറയുന്നത് തോറ്റു, പേടിച്ചു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ഷെഡി കയറി എന്നൊക്കെ പറയാം. ആയിക്കോട്ടെ, തോക്കുന്നത് നല്ലതല്ലേ. തോറ്റെങ്കിലേ ജയത്തിന്റെ സുഖം ഒന്നറിയും. ചിലരത്തൊക്കെ നമ്മൾ തോക്കുന്ന നല്ലതാണ്. സ്തോത്രം. ഈ പിള്ളേർ ചിലപ്പം ക്ലാസ്സിൽ തോറ്റുന്ന പിള്ളേരെ ഉടനെ ആക്ഷേപിക്കുകയും, പിള്ളേർ പഠിക്കണം, ഇത് പറഞ്ഞെന്നുള്ളതാ എന്നാ ഇക്കൊല്ലം ഞാൻ തോറ്റേ ഉള്ളൂ, ഭാഷ പറഞ്ഞതല്ലേ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാ കുഞ്ഞുങ്ങൾക്കും ചിലപ്പോൾ ഒരുപാട് കഴിവൊന്നും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ നിലയിൽ ഉപദ്രവിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ ഈ ജോഷുവ കിടക്കുമ്പോൾ രാത്രി ചെന്ന് കൈവച്ചിട്ട് അറിയത്തില്ല, കൈവച്ച് പ്രാർത്ഥിക്കും, കൈവച്ച് പ്രാർത്ഥിക്കും, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ. ചിലപ്പം ഭയങ്കര മാർഗൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇത്ര ഉള്ളു, ആത്മീകത്തിൽ സ്റ്റേഡാണോ, ഇതിന് ഒരു കുഴപ്പവും വരികയില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടോ? 10 മാർക്ക് കുറഞ്ഞാലും ഒരു സബ്ജക്റ്റ് കിട്ടിയില്ലെങ്കിലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, 50-ൽ 50 കിട്ടി, ദൈവം ഇല്ലെങ്കിലോ അവിളും പറിച്ചു കീറി ലോകത്തിനും വരികയല്ല. ദൈവം ഇല്ലാതെ ജീവിക്കുന്നതിന് നല്ലത്. 2 മാർക്ക് കുറഞ്ഞാലും അഥവാ ഒരു സബ്ജക്റ്റ് പോയെന്നോർത്ത് നിരാശ. പിള്ളേർക്ക് തോക്കാനുള്ള വഴി പറഞ്ഞു തരുമൊന്നുമല്ല. ഇന്നത്തെ യോഗം നല്ലതായിരുന്നു. ഞങ്ങൾ വളരെ ഭാരപ്പെട്ട പാസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് അതല്ല പറഞ്ഞ് നന്നായിട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം. നാരായണനെ പറ്റി വായിക്കുന്നത് ഉഴവൂരിൽ നിന്ന് നടന്ന് CMS കോളേജ് വന്ന ഏതാണ്ട് 30 കിലോമീറ്ററോളം അവിടെ നിന്ന് നടന്ന് വന്നാ പഠിച്ചെന്ന്. അല്ല, ഒറ്റ രാത്രി ഇന്ത്യയുടെ പ്രസിഡന്റ് ആയതല്ല. കുറെ കിടന്ന് വിളിച്ചെടുത്ത് പ്രസിഡന്റ് ആയിക്കോ, അങ്ങനെ ആകിയാണ് മുതപ്പിനടിന്ന് വിളിച്ചെടുത്തേക്ക്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഭക്ഷണമില്ലായിരുന്നു കഴിക്കാൻ. ആ കോട്ടയത്ത് വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ഭക്ഷണം, അതുകൊണ്ട് അത് പ്രസിഡന്റായി ആ സ്ഥാനമൊക്കെ കിട്ടി. ആദ്യം കോട്ടയത്തെ ഭക്ഷണം കൊടുത്ത് വീട്ടിൽ വന്നു, നന്ദിയുള്ളതാണ്. അവിടെ കഷ്ടപ്പെട്ട് പഠിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ട് പോസ്റ്റിന്റെ വഴിവിളക്കിന്റെ വട്ടത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് അതൊക്കെ പഠിച്ച് കോളേജ് വിദ്യാഭ്യാസ CMS പഠിച്ച് എഴുതി. അങ്ങനെ പുള്ളി ലണ്ടനിൽ പോയി നെഹ്റു പഠിച്ച സ്കൂളിലാണ്, കോളേജിലാണ് പഠിച്ചത്. ജവഹർലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റുവിൻ്റെ മകൻ ജവഹർലാൽ നെഹ്റു പഠിച്ച കോളേജിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ലണ്ടനിൽ ചെന്നപ്പോൾ. ലണ്ടനിൽ പോയ വിശേഷം പറഞ്ഞതല്ല, പഠിച്ചില്ലെങ്കിൽ കാണാനെങ്കിലും ഒത്തല്ലോ എന്ന് ഓർത്ത് ഞാനിന്ന് സമാധാനിക്കുക. അവിടെ പോയി പഠിച്ചു. അവിടെ പഠിച്ചപ്പം നെഹ്റുവിനെ പഠിപ്പിച്ച ആൾ തന്നെ കേരളനാരനാണ് പഠിപ്പിച്ചത്. അപ്പോൾ പഠിത്തത്തിൽ മനസ്സിലായാലും ബ്രില്യൻ്റ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ പഠിത്തമെല്ലാം പൂർത്തീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, ആ സാഹിബിൻ്റെ പേര് അങ്ങനെ കണ്ടു. അതിൻ്റെ ഓർമ്മ നിൽക്കുന്നില്ല, മക്കളോട് അങ്ങനെ കണ്ടു. അപ്പം അദ്ദേഹം നെഹ്റു പഠിച്ച് പിന്നെ അപ്പം നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളനാടൻ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
പഠിപ്പിച്ച സാഹിബ് നെഹ്റുവിനെ പഠിപ്പിച്ചില്ലേ, ആ പ്രൊഫസർ ഒരു ലെറ്റർ എഴുതി കവറിനകത്തിട്ട് മടക്കി കേരനാരായണന്റെ കയ്യിൽ കൊടുത്തേച്ച് പറഞ്ഞു, ഇത് നെഹ്റുവിന്റെ കയ്യിൽ കൊടുക്കണം, വേറെ ആരുടെയും കയ്യിൽ കൊടുക്കരുത്. അദ്ദേഹം ആ കത്തുമായിട്ട് ഡൽഹി വന്ന് 2-3 ദിവസം നിന്നും നെഹ്റുവിനെ ചുമ്മാ കൂടി നെഹ്റുവിനെ കണ്ടെന്ന് പറഞ്ഞാൽ ചെല്ലും വെയിറ്റ് ചെയ്തു. പിന്നെ എങ്ങനെയോ പറഞ്ഞ് ഒടുവിൽ നെഹ്റുവിൻ്റെ അടുത്ത് ചെന്നുടനെ അറിയാമല്ലോ, നീളക്കുറവ്, നിറം എല്ലാം അറിയാമല്ലോ. അപ്പം നോക്കി കത്ത് കൊടുത്തു. നെഹ്റു ഫ്രമൊക്കെ കണ്ടപ്പോഴേ പിടി കെട്ടി. കത്ത് പൊട്ടിച്ചപ്പോൾ തന്നെ പഠിപ്പിച്ച പ്രൊഫസറായിട്ട് ചേരുന്ന എൻ്റെ ഗുരുവല്ലേ. അപ്പം അതിനകത്ത് സാരാംശം ഇതാണ്: ഈ വരുന്ന സ്റ്റുഡൻറ്റിനെ കൈവിടരുത്, ബ്രില്യൻ്റാണ്, ഞാനാ പഠിപ്പിച്ച അറിയാമല്ലോ, ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്തണം, നല്ല പൊസിഷൻ കൊടുത്തു. അന്നാലും തന്നെ നെഹ്റു ബർമയുടെ അംബാസഡറാക്കി അപ്പോയിന്റ്മെന്റ് കൊടുത്തു. ബർമയുടെ അംബാസഡർ. ഞാനോട് നിങ്ങൾ ഞെട്ടുമായിരുന്നു. കഷ്ടപ്പെട്ട അംബാസഡറായിട്ട് ആ പൊസിഷനിലിരിക്കുമ്പോൾ ഉഷാ നാരായണനുമായിട്ട് പരിചയപ്പെടുത്തണം. അത് ബാക്കി ഭാഗം നിൽക്കട്ടെ. 2 രാജ്യത്തിന്റെ അംബാസഡർമാർ തമ്മിൽ ആ വിധത്തിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്, നിയമം. എങ്കിലും നെഹ്റുവിന്റെ പ്രത്യേക പരിഗണനയിലാണ് ആ വിവാഹം നടന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇയാളിതല്ലേ എങ്ങനെ? ഞാൻ ആ മനോരമ വായിച്ചു ആ ദിവസങ്ങളിൽ, എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ടല്ല, ഞാൻ വെറുതെ പോയതാണ്. ഇത് പത്രം എന്ത് ചെയ്താ വായിക്കുകയല്ലോ. പുള്ളി അതിനകത്ത് പിന്നെ ആ കൂടെ ചോറ് പൊതിയാനെടുക്കും. ഉച്ചക്ക് നല്ല പിടിക്കാൻ 2 ഷീറ്റ് എടുത്തോണ്ട്, കാരണം കൊടുത്ത പൊതിയാ തികയണ്ടേ. ഞാൻ നിർത്തുക. ദൈവത്തിന് മഹത്വം. കഷ്ടപ്പെടണം, നന്നായിട്ട് പഠിക്കണം, കുഞ്ഞുങ്ങളെല്ലാം നന്നായി പഠിക്കണം. എല്ലാറ്റിനും ഉപരി ദൈവം കൂടെ ഇരിക്കണം. അപ്പന്റെ കൂടെ ദൈവമുണ്ട്. കാരണം അപ്പൻ ചെന്നിടത്തെല്ലാം ദൈവത്തെ ആരാധിച്ചു. മകന്റെ കൂടെ ദൈവമുണ്ട്. കാരണം എന്നാ? സൗമ്യനാ, വഴക്കുണ്ടാക്കത്തില്ല, അലപ്പറ ഉണ്ടാക്കത്തില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ദൈവത്തെ ഭരിക്കുന്നവനാ, അവൻ ധ്യാനിക്കുന്നവനാ. ദൈവസന്നിധിയിൽ സമയങ്ങൾ കണ്ടെത്തി ധ്യാനിക്കുന്ന നിന്റെ കൂടെ ദൈവമുണ്ട്. ഒരു വാക്യോടെ വായിച്ചത് നിർത്ത. കൊച്ചുമാന്റെ കൂടെ ഉണ്ട് ദൈവം. കൊച്ചുമാന്റെ കൂടെ 28-20 വായത്. 28-20 പെട്ടെന്ന് വായിച്ചു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും എന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയിൽ ഒരു ഗോവേണി കണ്ടു. ദൂതന്മാര് കയറുകയും ചെയ്യുക. അയ്യോ, ഏതോ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ ഇത് അറിഞ്ഞില്ല. ദൈവത്തെ ഭജിക്കുന്ന ദൈവത്തിന്റെ പൈതല് ദൈവത്തിന്റെ കൂടെ കാണാം. യാക്കോബിന്റെ കൂടെ കാണാനുള്ളതിന്റെ കാര്യം പറയാം. നല്ല വിശ്വാസമുള്ളതാണ്. അപ്പൻ വല്യപ്പൻ ദൈവത്തെ ആരാധിക്കുന്നു. കൊച്ചുമോൻ സൗമ്യനും ധ്യാനിക്കുന്നവനും, മോൻ സൗമ്യനും ധ്യാനിക്കുന്നവനും, കൊച്ചുമോൻ വിശ്വാസമുള്ളവനാണ്. അമ്മ പറഞ്ഞ് 2 കോലാട്ട് കൊണ്ട് കണ്ടിച്ചു. വെല്ലടാന്ന് പറഞ്ഞു. അമ്മ അങ്ങോട്ട് ചെല്ലുമ്പോ അച്ഛാൻ വിശ്വാസത്തോടെ വരുന്നിടത്ത് വെച്ച് വരട്ടെന്നേ. അത് കഴിഞ്ഞ അമ്മാച്ചന്റെ വീട്ടിൽ ചെന്നു. വിശ്വാസത്താൽ ഓടി. അതുകൊണ്ട് യാതൊരു പ്രത്യക്ഷതയൊക്കെ ഉണ്ടായി. അമ്മാച്ചനെ പിടിച്ചല്ലോ. അവിടെ മുഴുവൻ പ്രശ്നം വിശ്വാസത്താലാ. ഒടുവില് പുള്ളിയും മടക്കമുള്ളതിനൊക്കെ തോരങ്ങോട്ട് ഉരിച്ചിട്ട് പാറ്റിയിലോട്ടിട്ട് വിശ്വാസമാണ്. വല്യപ്പൻ ദൈവത്തെ ആരാധിക്കുന്നു. മകൻ അവൻ സൗമ്യനും ധ്യാനിക്കുന്നവനും, വഴക്കാളിയല്ല. കൊച്ചുമകൻ വിശ്വാസമുള്ളവൻ. അതുകൊണ്ടാ ദൈവം തമ്പുരാൻ പറയുക, ഞാൻ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമെന്ന് അവൻ സ്വന്തം സംബോധന ചെയ്യാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. നിന്റെ പേര് പറയുമ്പോൾ ദൈവം ലജ്ജിക്കരുത്. നിന്റെ പേര് പറയുമ്പോൾ ദൈവം ലജ്ജിക്കരുത്. നിന്റെ പേര് പറയുമ്പോൾ ദൈവനാമത്തിന് ഭംഗമൊന്നും ഉണ്ടാകരുത്. നിന്റെ പേര് പറയുമ്പോൾ ദൈവനാമം മഹത്വപ്പെടണം. ദൈവത്തെ സ്തുതിക്കാം. ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്റെ കൂടെയുണ്ട്. കുഞ്ഞുങ്ങളെ എവിടെ പോയാലും
വന്നാലും പ്രാർത്ഥന എവിടെ പാർത്താലും ഏത് സ്കൂളിലും കോളേജിലും എവിടെ പോയാലും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കണം. ദൈവത്തെ വിട്ട് പോകരുത്. യാത്ര കഴിയുമ്പോഴും ദൈവം കൂടെ ഇരിക്കണം. നിനക്ക് ദൈവം ഒരു ദോഷവും വരുത്തുകയില്ല. നിനക്കൊരു അനർത്ഥം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഭാവി ദൈവം ധന്യകരമാക്കും. നമ്മുടെ ശിവപാർശ്വ മോൾക്ക് 2 മാർക്ക് കുറഞ്ഞെന്നോർത്ത് ഒന്നും മഴക്കൊന്നും പറയരുത്. അവിടെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. അവിടെ ദൈവം അപ്പൊ ഇരിക്കുന്ന മാർക്ക് കിട്ടിയവരെക്കാളും മെച്ചത്തിലായിരിക്കും ദൈവം നടത്തുന്നത്. സ്തോത്രം. അവള് സമ്മതിക്കുമെന്ന് പഠിക്കരുതെന്നല്ല പറഞ്ഞത്. നീ ദൈവത്തെ ഭജിച്ചു, ദൈവത്തോട് കൂടെ പറ്റുന്നു. നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. പരമചേർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം യാത്രയാകുന്ന കർത്തദാസനോട് കൂടെ വചനത്തിൽ പറയാ, നിന്റെ കൂടെ ഉണ്ട്. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ദൈവം സ്ഥിരമാക്കി തരും. ഒരിക്കൽ കൂടി പരമചേർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ദൈവം, ഈസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ശുശ്രൂഷ അവസാനിപ്പിക്കാം.